ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവന്തികയും വക്കീലും കൂടി പോലീസിനെ ചെന്ന് കാണുന്നതാണ് കാണിക്കുന്നത്. സാറ് വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നും പണം ഞാൻ സാറിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാമെന്നും അവന്തിക പറയുന്നു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ എത്തിക്സിന് നിരക്കാത്തതാണ്. പക്ഷേ പോലീസ് സാർ ഒരു കാര്യം പറയുമ്പോൾ എന്താണെങ്കിലും അത് അവഗണിക്കാൻ എന്നെ കൊണ്ടാകില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നതെന്നും എസ് ഐ പറയുന്നു. അങ്ങനെ അവന്തികയും വക്കീലും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് അർച്ചനയും സച്ചിയും വക്കീലിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. ഇനി വക്കീലിൻ്റെ ഒന്നും യാതൊരുവിധ ആവശ്യവുമില്ലെന്നും ഞാൻ എല്ലാത്തിനുമുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടെന്നും ഇത് നല്ലൊരു ക്രിമിനൽ ലോയറാണെന്നും അവന്തിക പറയുമ്പോൾ അർച്ചനയും സച്ചിയും ഒന്നും മിണ്ടാതെ കേട്ടു നിൽക്കുകയാണ്. തുടർന്ന് വക്കീലിനെയും കൂട്ടി അവന്തിക പോകാനൊരുങ്ങുമ്പോൾ അർച്ചന പറയുകയാണ്, ഏട്ടത്തി ഒന്ന് നിന്നേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇന്ന് അച്ഛനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന നിങ്ങളുടെ അഭിനയമേ, അത് നല്ല സൂപ്പറായിരുന്നു. ഇനി എന്താണെങ്കിലും അർച്ചനെ, നിന്റെ സഹായമൊന്നും അച്ഛന് ആവശ്യമില്ല. അച്ഛന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു വെച്ചിട്ടാ ഈ അവന്തിക പുറത്തേക്ക് ഇറങ്ങുന്നത്. നീ എന്താണെങ്കിലും ചെന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് അവന്തിക പുറത്തേക്ക് പോകുന്നു. തുടർന്ന് അർച്ചന വക്കീലിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വക്കീൽ പറയുകയാണ്, ഒരിക്കലൊരു കേസിൽ മാൽ പ്രാക്ടീസ് കാണിച്ചപ്പോൾ പോറ്റി സാറിനെ ബാർ കൗൺസിലിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളതാണ്. അയാൾ അത്ര നല്ലവനായ ആളല്ലെന്നും കൂടി വക്കീൽ പറയുമ്പോൾ ഇത് കേട്ട് സംശയത്തോടെ നിൽക്കുകയാണ് സച്ചിയും അർച്ചനയും. തുടർന്ന് അർച്ചനയും സച്ചിയും വക്കീലിനെയും കൂട്ടിക്കൊണ്ട് സേതുവിനെ കാണാനായി ചെല്ലുന്നു. പിന്നീട് കാണിക്കുന്നത് കോൺസ്റ്റബിള് സേതുവിന് ചായ കൊണ്ട് കൊടുക്കുന്നതാണ്. CI സാറ് ഒരു പാവമാണ്, പക്ഷെ ആ DYSPയെ സൂക്ഷിക്കണം. അയാളെ മൂർഖനാ, കരിമൂർഖൻ. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മയത്തിൽ അങ്ങ് ഉത്തരം പറഞ്ഞാൽ മതി. തന്നോട് ആരോടോ ഇയാളെ സൽക്കരിക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് DYSP സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയും സേതുവിൻ്റെ കയ്യിൽ നിന്നും ചായ തട്ടി താഴേക്കിടുകയും ചെയ്യുന്നു. 3-4 പേരെ കൊന്നിട്ട് തനിക്ക് എങ്ങനെയാണോ ഇതിൻ്റെ അകത്തിരുന്ന് സുഖമായി ചായ കുടിക്കാൻ തോന്നുന്നത്? അത്രയും പറഞ്ഞുകൊണ്ട് സേതുവിനെ പൊതിരെ തല്ലുകയാണ് DYSP. സാർ, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് സേതു പറയുമ്പോൾ ഹാർട്ടില്ലാത്ത തനിക്ക് എങ്ങനെയാണോ താനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സേതുവിനെ പൊതിരെ തല്ലുകയാണ് അയാള്. എന്താണെങ്കിലും ഉള്ള കേസെല്ലാം തൻ്റെ തലയിൽ ചുമത്തി താൻ ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങാനാകാത്ത വിധത്തിൽ ഞാൻ എല്ലാം ശരിയാക്കുന്നുണ്ട്. സാറ് പറയുന്നത് കേട്ടാൽ ഞാനായിട്ട് മനഃപൂർവ്വം അവരെയൊക്കെ കൊന്നതുപോലെയാണല്ലോ എന്ന് സേതു ചോദിക്കുമ്പോൾ സേതുവിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് DYSP. അതേസമയം കോൺസ്റ്റബിൾ വന്നിട്ട് പറയുകയാണ്, അത് പിന്നെ സാർ, ഇയാളുടെ മരുമോളും മകനും എത്തിയിട്ടുണ്ട്. ഒരുത്തി പോയപ്പോൾ അടുത്തവൾ വന്നല്ലോ. എന്താണെങ്കിലും ഞാൻ തന്നെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞുകൊണ്ട് DYSP പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയും സേതുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. സേതുവിന്റെ അവസ്ഥ കണ്ട് അർച്ചന ചോദിക്കുകയാണ്, അച്ഛനെ ആരെങ്കിലും തല്ലിയോ? അതൊക്കെ എൻ്റെ കലികാലമാ, ഞാൻ അനുഭവിച്ചല്ലേ പറ്റൂ. പിന്നെ നിങ്ങൾ എന്തിനാ വന്നത്? എൻ്റെ ജാമ്യത്തിനുള്ള ഏർപ്പാടെല്ലാം തന്നെ അവന്തിക ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുന്ന സച്ചി ചോദിക്കുകയാണ്, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജാതകദോഷം കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നാണോ അച്ഛൻ വിശ്വസിക്കുന്നത്? ഇത്രയൊക്കെ കൺമുന്നിൽ കണ്ടിട്ടും നിനക്കെന്താ അതിതുവരെ ബോധ്യമായില്ലേ എന്ന് സേതു ചോദിക്കുമ്പോൾ സേതുവിൻ്റെ ചോദ്യം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സച്ചിയും അർച്ചനയും. ആ മാനേജർ നമ്മളെ ചതിച്ചതാണെന്ന് സച്ചി പറയുമ്പോൾ ചതിച്ചതാരാണെന്നൊക്കെ ഞാൻ പിന്നെ കണ്ടെത്തിക്കൊള്ളാമെന്നും ആദ്യം ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് ഒന്നിറങ്ങട്ടെ എന്നും സേതു പറയുന്നു. തുടർന്ന് അഡ്വക്കേറ്റ് സേതുവിനോട് പോലീസുകാർ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പരാതിയില്ലെന്ന് സേതു പറയുന്നു. അതേസമയം DYSP അവരുടെ അടുത്തേക്ക് വരികയാണ്. സേതുവിനെ ഉപദ്രവിച്ചോ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ ഇതെന്റെ സാമ്രാജ്യമാണെന്നും ഇവിടെ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്ക് നന്നായി അറിയാമെന്നും നിങ്ങൾ ഹൈക്കോടതി പോയാലും നിങ്ങൾക്ക് എന്താണെങ്കിലും ഇയാളെ പുറത്തിറക്കാൻ സാധിക്കില്ലെന്നും പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് DYSP അവിടെ നിന്ന് പോവുകയാണ്. ഇനി ആരും എന്നെ കാണാൻ വന്ന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് സേതു സെല്ലിൻ്റെ അകത്തേക്ക് മാറി ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. കമല അനൂപിനോട് സച്ചിയും അർച്ചനയും വിളിക്കാൻ പറയുകയാണ്. അതേസമയം കയറി വരുന്ന അവന്തിക പറയുകയാണ്, ആരും ആരെയും വിളിച്ച് ബുദ്ധിമുട്ടണ്ട. അച്ഛൻ എന്താണെങ്കിലും ജാമ്യം കിട്ടില്ലെന്നാ എല്ലാവരും പറയുന്നത്. എന്താണെങ്കിലും ജോത്സ്യൻ പറഞ്ഞത് അച്ചട്ടായെന്ന് അവന്തിക പറയുമ്പോൾ നമ്മൾ എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നതെന്നും നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് മീര താഴേക്ക് വരുന്നു. നീയെങ്കിലും അതിവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവന്തിക മുറിയിലേക്ക് പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് റോഡരികിൽ നിൽക്കുന്ന സച്ചിയും അർച്ചനയുമാണ്. സേതുവിന്റെ പെരുമാറ്റത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രണ്ടുപേരും. സച്ചിയേട്ടാ, അവന്തികേട്ടത് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് പറയുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.